ചേലക്കരയിലെ വിവിധ ബൂത്തുകളിൽ രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണാൻ സാധിച്ചത്. പ്രായത്തിന്റെ അവശതകൾ മറന്ന് ഒട്ടേറെ പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാനെത്തിയത്. ചേലക്കരയിൽ നിന്നും ശ്രീകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ പഴയന്നൂർ പഞ്ചായത്തിലാണ്. പഴയന്നൂരിലെ വോട്ട് ചെയ്തിട്ട് കാത്തിരിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. നമുക്ക് ടിറ്റുമ്മ പരിചയപ്പെടാം. എത്ര വർഷമായി ടിറ്റുമ്മ വോട്ട് ചെയ്യാൻ എത്തിയിട്ട്? ഞാൻ 10-20 കൊല്ലമല്ലോ. എനിക്ക് 74 വയസ്സായി. എത്ര വയസ്സിലെ ആൾക്കാർക്ക് വോട്ട് തുടങ്ങാ അത് പറയും. അപ്പം എല്ലാ പ്രാവശ്യവും വോട്ട് ചെയ്യാറുണ്ടല്ലേ? ഓ ശരി ശരി. അമ്മ, ഈ സുഖമില്ലാത്ത അവസ്ഥയിലും വോട്ട് ചെയ്യാൻ എത്തി. നമുക്ക് ആ ഒരു ആവേശം, ആ വോട്ട് ചെയ്യുന്ന ദിവസത്തെ ഒരു ആവേശം ഉണ്ടല്ലോ ഇല്ലേ? അത് മുടങ്ങാതെ ചെയ്യുന്നുണ്ടോ? ഇപ്രാവശ്യം എങ്ങനെയാണ്? പ്രാവശ്യം മുടങ്ങാണ്ട്. കൂടെ ആരാ വന്നിരിക്കുന്നത്? കൂടെ ആരും വന്നില്ല, മകണ്ട്. ഇത് ഭർത്താവ്. പുള്ളിക്ക് എന്താണ് ശരീരാവശതകളുണ്ടോ? ശരീരം കണ്ണും കാണില്ല, ചവിടും കേൾക്കാണ്ടായി. ശരീരമാകെ വയ്യാണ്ട്. അച്ഛാ, ഇപ്പം സുഖമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും ഈ നമ്മുടെ ജനാധിപത്യത്തിലെ വലിയൊരു ആഘോഷമാണ്, ഉത്സവമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒരു വോട്ടിൻ്റെ അവകാശമല്ലേ, ചാവുന്ന വരെ പോണെന്ന മോഹം. അപ്പൊ എന്തായാലും വോട്ട് ചെയ്യാനുള്ള ഒരു വലിയ, എത്ര സുഖമില്ലെങ്കിലും നമ്മൾ ആവശ്യമായിട്ട് ആ ദിവസം വരൂലേ? അങ്ങനെ വന്നതാണ്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പൊക്കെ? പഴയ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ആവേശമൊക്കെ ഉണ്ടോ? തെരഞ്ഞെടുപ്പിന്റെ ആവേശമൊക്കെ ഉണ്ടോ? എനിക്കെന്താ ആവേശം, നടക്കാൻ വയ്യാതിരിക്കണം. വളരെ സന്തോഷമുള്ളൂ. സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് അഭ്യർത്ഥിച്ച് വന്നിരുന്നോ? ഏറെക്കുറെ ആൾക്കാരൊക്കെ വന്നായിരുന്നു. ഓക്കെ. എന്തായാലും ആ ജനാധിപത്യത്തിന്റെ വലിയൊരു ആവേശം, അത് ഉത്സവമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ശാരീരിക അവശതകളൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഈ ചേലക്കരയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ചേലക്കരയിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.